أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه رواه البخاري. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച ഒരു പ്രവാചക വചനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരിയും അബൂദാവൂദും തുർമുദിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത നമുക്കെല്ലാവർക്കും സുപരിചിതമായ പ്രവാചകന്റെ ചെറിയ ഒരു വാചകമാണ്. عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم خيركم നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ശ്രേഷ്ഠൻ, മൻ ഒരുത്തനാണ്. ആരാണ്? തഅല്ലമൽ ഖുർആന, ഖുർആനിനെ പഠിച്ചവൻ. അതോടൊപ്പം തന്നെ വഅല്ലമഹു, അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഇസ്ലാമിൽ വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ മാസങ്ങളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ മാസം. കാരണം എന്താ? റമദാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ഏതാണ്? ലൈലത്തുൽ ഖദറാണ്. ആ രാവിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് മക്കയിലും മദീനയിലുമാണ്. മക്കയിലും മദീനയിലും പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിം പോലും ഉണ്ടാകില്ല. നമ്മുടെയൊക്കെ ഹൃദയവുമായി വിശ്വാസവുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പുണ്യ സ്ഥലങ്ങളാണ് മക്ക, മദീന എങ്കിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച പ്രദേശങ്ങളാണത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച വ്യക്തി ആരാണ്? ഏത് വ്യക്തിയിലാണ് അഷ്റഫുൽ ഖൽഖ് എന്ന്
ലോക മുസ്ലിമീങ്ങളെ എല്ലാവരും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമായ അസ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി കടന്നു വന്ന ദൂതനാരാണ്? മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഖറബുൽ അംലാഖ് മലക്ക് എന്ന വിശേഷണത്തിന് അർഹനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. ദുനിയാവിലുണ്ട്, ഖബറിലുണ്ട്, ആഖിറത്തിലുണ്ട്. ഈ ദുനിയാവിൽ നാം എടുത്തു നോക്കിയാൽ നാം ആരെയാണ് പള്ളിയിൽ ഇമാമത്തായി നിശ്ചയിക്കാറുള്ളത്? ആരാണ് നമ്മുടെ നാട്ടിൽ പള്ളികളിൽ ഇമാമ നിൽക്കാറുള്ളത്? ഏത് സംഘടനയുടെ പള്ളിയാണെങ്കിലും ആ പള്ളിയിൽ ഇമാമായി നാം നിർത്താറുള്ളത്, നിശ്ചയിക്കാറുള്ളത് വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഇമാമ നിൽക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അറിയാവുന്ന ആളായിരിക്കണം. ഇത് ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. സിമ്പിളായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പള്ളിയിൽ ഇമാമായി നാം ഒരു ഹാഫിദിനെ, അതല്ലെങ്കിൽ ഖുർആൻ അറിയാവുന്ന ഒരു വ്യക്തിയെ നിശ്ചയിക്കുകയാണ്. പള്ളിയിൽ നമസ്കാരം നടക്കുന്നത് എത്ര മണിക്കാണോ? 12:30 ളുഹർ നമസ്കാരമെങ്കിൽ, അതല്ലെങ്കിൽ 1 മണിക്കാണ് ളുഹർ ജമാഅത്തെങ്കിൽ 12 മണി മുതൽ പള്ളിയിൽ വന്ന ആളുകൾ നേരത്തെ പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സ്വഫിലൊക്കെയായി സ്ഥലം പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ 1 മണി സമയത്താണ് ഇമാമ പള്ളിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇമാമിനെ മുന്നിലേക്ക് കടത്തിവിടാനായി എല്ലാവരും വഴിമാറി കൊടുക്കും. അവസാനം വന്നാലും ഇമാമിന്റെ സ്ഥാനം എവിടെയാണ്? ഏറ്റവും മുന്നിലാണ്. ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചാൽ പ്രവാചകൻ പറഞ്ഞു, 3 ആളുണ്ടെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾ ഒരു അമീറിനെ നിശ്ചയിക്കണം, ഒരു നേതാവിനെ നിശ്ചയിക്കണം. ആ അമീർ പറയുന്നതിനനുസരിച്ചായിരിക്കണം യാത്രയുടെ ഓരോ റൂട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ അമീറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടത് സമ്പത്തല്ല, പ്രായമല്ല, നേരെ മറിച്ച് നിങ്ങളിൽ ഖുർആൻ കൂടുതൽ പഠിച്ചവനാരോ അവരെയാണ് നിങ്ങൾ അമീറായി നിശ്ചയിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടമരണം നടന്നാൽ, ഒരു ദുരന്തമുണ്ടായി, പ്രകൃതിക്ഷോഭമുണ്ടായി, മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി, ആ അപകടത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ച് ആ നാട്ടിൽ ആ മഹല്ല് പള്ളിയിൽ മറവ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മയ്യിത്തല്ല, ഒരുപാട് മയ്യിത്തുകളുണ്ട്. ഒന്നിച്ച് മറവ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആദ്യമായി ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് ആരുടെ മയ്യിത്തായിരിക്കണം? വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിച്ച വ്യക്തിയുടെ ആയിരിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. ഖുർആൻ ഓതുന്ന വീടാകട്ടെ, ഖുർആൻ ഓതുന്ന സദസ്സാകട്ടെ, ഖുർആനും ഹദീസും ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും പഠന ക്ലാസുകളാകട്ടെ, അതിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹഫ്ഫത്തുഹുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടുകയാണ്. വഗശിയതുഹുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയുകയാണ്. വനസലത അലൈഹിമുസ് സക്കീന, അവരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും ഇറക്കുന്നത്. മാത്രവുമല്ല വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമീപസ്ഥരായ മലായികത്തുകളോട് ആ ഖുർആൻ ഓതുന്ന, അത് പാരായണം ചെയ്യുന്ന, അത് പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ആ ആളുകളെ പറ്റി അവന്റെ സമീപസ്ഥരായ മലായികത്തുകളോട് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതാണ് ഖുർആനിന്റെ പ്രത്യേകത. ഈ പള്ളിയിൽ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ഖുർആൻ ഓതുമ്പോൾ, ഇവിടെ പ്രവാചകന്റെ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും റഹ്മത്തിന്റെ മാലാഖമാരുണ്ട്. അവരെ നമ്മളെ പൊതിയുകയാണ്, കാരുണ്യം കൊണ്ട് മൂടുകയാണ്, അല്ലാഹു സക്കീനത്ത് ഇറക്കി തരികയാണ്. ഇവിടെ ഇരിക്കുന്ന, ഇത് കേൾക്കുന്ന, പറയുന്ന എന്നെയും നിങ്ങളെയും പറ്റി അഭിമാനത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ഇതുപോലൊരു സദസ്സ് നമ്മുടെ വീട്ടിലാകാം, മദ്രസയിലാകാം, ഏതെങ്കിലും ആഴ്ചകളിലോ മാസങ്ങളിലോ ഡെയിലിയായോ നാം നടത്തുന്ന ഖുർആൻ പഠന ക്ലാസുകളാകാം. ആ സന്ദർഭത്തിലെല്ലാം ഈ പോലിശ ആ സദസ്സിനുണ്ടായിരിക്കും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാന തുല്യമാക്കാൻ പാടില്ല, കബറിടം പോലെ ആക്കാൻ പാടില്ല. എന്താണ് സഹോദരങ്ങളെ പറഞ്ഞതിന്റെ പൊരുൾ? കബറിങ്കൽ പ്രത്യേകമായ ഖുർആൻ ഓതില്ല, അവിടെ പ്രത്യേകമായ ഖത്തം ദുആയില്ല, അവിടെ പ്രത്യേകമായ കത്തപ്പുര കെട്ടിയുള്ള ഓതലില്ല. ഇന്ന് നമുക്ക് കേരളത്തിന്റെ പല ജില്ലകളിലും കാണാം, മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വന്നിരുന്ന് ഓതുകയാണ്, ഖത്തം തീർക്കുകയാണ്. മരിച്ചാന്ന് അത് കഴിഞ്ഞാൽ പിന്നെ 3, പിന്നെ 7, പിന്നെ 40, പിന്നെ ആണ്ട്, പിന്നെ കൊല്ലം തോറും ഉസ്താദുമാരെ കൊണ്ടുവന്ന് ഖബറിന്റെ സമീപത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകമായ ഏർപ്പാടുകൾ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ആ ഖബറിടം പോലെ, ആ ശ്മശാനം പോലെ ഒരിക്കലും നിങ്ങളുടെ വീടുകളാകാൻ പാടില്ല. അതാണ് പ്രവാചകൻ പറയുന്നത്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ ശ്മശാന തുല്യമാക്കാൻ പാടില്ല. പിന്നെയോ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ഖുർആൻ ഓതുന്ന വീട്, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ എടുത്തു പറയുകയാണ്. പല സൂറത്തുകൾക്കും പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. സൂറത്തുൽ ബഖറയുടെ പോലിശയായി പ്രവാചകൻ ഈ ഹദീസിൽ പറയുകയാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പോലെയുള്ള വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾ ഓതുന്ന വീടുകളുടെ പ്രത്യേകത, ആ വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ്. അവിടെ ശൈത്വാന് ശർറ് ഉണ്ടാവില്ല, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല, പിശാച് ആ വഴിക്ക് വരില്ല, പിശാച് ഓടിപ്പോകുന്നതാണ്. ഖുർആൻ ഓതുന്ന വീടിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ വീടുകളിൽ നാം ഖുർആൻ ഓതാറുണ്ടോ? മക്കളോട് ഓതാൻ പറയാറുണ്ടോ? ഖുർആനിന്റെ പരിഭാഷ എടുത്തുകൊണ്ട് ഒരായത്തോതി അതിന്റെ അർത്ഥം വായിച്ച് മക്കളെ കൂടെ ഇരുത്തി, ഭാര്യയെ വിളിച്ച്, ഉമ്മയെ വിളിച്ച്, സഹോദരങ്ങളെ വിളിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു വീട്, അത്തരത്തിലുള്ള ഒരു സദസ്സ് നമ്മുടെ വീട്ടിലുണ്ടോ? ആ വീട്ടിലാണ് സക്കീനത്ത്, ആ വീട്ടിലാണ് ശാന്തിയുള്ളത്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, ആ വീട്ടിലാണ് സ്വസ്ഥതയുള്ളത്, ആ വീട്ടിലാണ് റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്നത്. ആ വീടുകളിൽ നിന്നാണ് പിശാച് വിരണ്ടോടുന്നത്. ആ വീട്ടുകാരാണ് ഏറ്റവും ശ്രേഷ്ഠർ. കാരണം പ്രവാചക വചനമാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഓതിക്കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. ആർക്ക്? മരിച്ചയിടത്തല്ല, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്. ലിയുൻദിറ മൻ കാന ഹയ്യ. ജീവനുള്ള ആളുകൾക്ക് താക്കീത് നൽകാനുള്ളതാണ് ഖുർആൻ. ഇതുപോലെ ജനങ്ങളോട് ആയത്തോതി പഠിപ്പിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക. അവരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ. ഒന്നുകിൽ നാം പഠിക്കുക, അതല്ലെങ്കിൽ നാം പഠിപ്പിക്കുക. ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാതെ പോകാൻ പാടില്ല. മരണം വരെ നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയായിരിക്കണം. കാരണം പ്രവാചകനാണ് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു ഖുർആൻ ക്ലാസ്സിൽ ഒന്ന് പോയി നാം ഇരുന്നു കൊടുത്താൽ അവിടെ നിന്ന് നാം ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആനിനോടുള്ള ഹക്കുകളെ, ബാധ്യതകളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യതകളിൽപ്പെട്ടതാണ് ഒന്ന് ഇസ്തിമാ, കേൾക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വെറുതെ കേട്ടിരുന്നാൽ പോലും പുണ്യമുള്ള സംഗതിയാണ്. ആദ്യം നമ്മൾ തയ്യാറാകേണ്ടത് കേൾക്കാനുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുക. ഒരു ഗാനമേള ഉണ്ടെങ്കിൽ മണിക്കൂറുകളോളം പോയിരിക്കുകയാണ്.
മണിക്കൂറുകളോളം യാത്രയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് വെച്ച്, കോമഡി വെച്ച്, സിനിമ വെച്ച് കേട്ട് ആസ്വദിച്ചു പോകുന്ന നമ്മൾ എവിടെയാണ് ഒരു യാത്രയിൽ ഒരു ഖുർആനിന്റെ ഏതെങ്കിലും ഒരു അധ്യായത്തിന്റെ അറിയപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഖുർആനുകളായ ഖുർആൻ പാരായണ വിദഗ്ധരായ ഏതെങ്കിലും ഒരു ഖാരിയുടെ ഏതെങ്കിലും ഒരു ഖുർആൻ പാരായണ വിദഗ്ധന്റെ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഫാമിലി അടക്കം യാത്ര പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇസ്തിമാ ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആദ്യം നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖുർആൻ കേൾക്കുകയാണ് ചെയ്തത്, പഠിക്കുകയല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വന്നുകൊണ്ട് ഇഖ്റ എന്ന് പറയുമ്പോൾ ലാ അദ്രി എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖുർആൻ കേൾക്കുകയാണ്. പ്രവാചകന്റെ സ്വഹാബത്ത് ആദ്യം പ്രവാചകനിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ഖുർആൻ കേൾക്കുകയാണ് ചെയ്തത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം ഖുർആൻ കേൾക്കുകയാണ് ചെയ്തത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിന്റെ കാരണമായി മാറിയത് ഖുർആൻ കേൾക്കാനിടയായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ 20-ാം അധ്യായം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഒരു മഹാനായ ഒരു മനുഷ്യന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിന്റെ കാരണം നമ്മൾ ആലോചിക്കണം. ഏത് ഘട്ടത്തിൽ മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമെന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചു. ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദ് എവിടെയെന്ന് അന്വേഷിച്ച് ആ പ്രവാചകന്റെ തലയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ധീരനായ ഉമർ ചരിത്രത്തിന്റെ താളുകളിൽ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രം ഉമറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉക്കാവ എന്ന പേര് കേട്ട ചന്തയിലെ കൂലിത്തല്ലുകാരനായ ഗുണ്ടാ നേതാവായിരുന്ന ആരെയും ഭയപ്പെടാത്ത ആരെയും കൂസാത്ത പ്രകൃതം എന്തിന്റെ മുന്നിലേക്കും എടുത്തു ചാടാനും മാത്രം തന്റെ ഇടമുണ്ടായിരുന്ന വീരശൂര പരാക്രമിയായിരുന്ന ആ ഉമർ ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തലയെടുക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് സഹോദരി ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. സഹോദരി അവിടെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉസ്താദായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമറിനെ കണ്ട് പേടിച്ച് വാതിലിന്റെ മൂലത്തിൽ ഒളിച്ചു എന്നത് ചരിത്രമാണ്. അലിയുമായി മൽപ്പിടുത്തമുണ്ടാവുകയാണ്. ആകെ പ്രശ്നമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അല്പനേരം ശാന്തമായിരുന്നു. പെങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കേൾക്കാനിടയായ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടായിരുന്നു, എവിടെയാണത്? എനിക്കതൊന്നുകൂടി കേൾക്കണം, എനിക്കതൊന്ന് പാരായണം ചെയ്യണം. കേൾക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഖുർആനിനോടുള്ള നമ്മുടെ ഹഖാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ മാറ്റം ഖുർആൻ കേൾക്കാനിടയായി എന്നുള്ളതാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇതൊരു കാരണമായി എങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശത്രുവായിരിക്കുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ പിന്നിൽ വന്ന് പ്രവാചകൻ അറിയാതെ പ്രവാചകൻ കാണാതെ ഒളിച്ചിരുന്ന് രഹസ്യമായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ കേൾക്കുകയാണ്. ജാഹിലിയത്തിലായിരിക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുഹമ്മദിന്റെ പാരായണം ശ്രദ്ധിക്കുകയാണ്. സുന്ദരമായ ആ പാരായണം കേട്ടിട്ട് ഒളിച്ചിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിക്കുകയാണ്, എല്ലാവരും പറയുന്നത് പോലെ മുഹമ്മദ് എത്ര നല്ല കവിയാണ്, എത്ര സുന്ദരമായിട്ടാണ് കവിത പാടുന്നത്, എത്ര സുന്ദരമായിട്ടാണ് ഈ വചനങ്ങൾ ഉരുവിടുന്നത്. എല്ലാവരും മുഹമ്മദിനെ പറ്റി പറയുന്നത് വെറുതെ അല്ല, എത്ര ശരിയാണ്, മുഹമ്മദ് എത്ര നല്ല കവിയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോ പ്രവാചകൻ അടുത്തതായി ഓതിയ ഒരു വചനം ഉണ്ടായിരുന്നു. ഇതൊരു ഷാഇറിന്റെ, ഇതൊരു കവിയുടെ വാക്കുകളല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അതിനു മുമ്പുണ്ടായ തന്റെ അനുഭവം പറയുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്റെ മനസ്സിൽ മുഹമ്മദ് ഒരു കവിയാണെന്ന് വിചാരിക്കുമ്പോ ഇതൊരു കവിയുടെ വാക്കുകളല്ല എന്ന് മുഹമ്മദ് പാരായണം ചെയ്തുവെങ്കിൽ എന്നെ കാണാൻ
എന്ന് വിചാരിക്കുമ്പോ പ്രവാചകൻ പിന്നെ ഓതിയായിട്ട് ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല, തൻസീലും റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനിൽ നിന്ന് അവതീർണമായതാണെന്ന വചനം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ ത്രാണി ഉണ്ടായില്ല. ആരാ പറയുന്നത്? ധീരനായ ഉമറാ പറയുന്നത്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ശത്രുവായിരിക്കുന്ന സമയത്ത് ഒളിച്ചിരുന്ന് കേൾക്കാനുള്ള ത്രാണി പോലും എനിക്കുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. എത്രയോ സുന്ദരമായി പാരായണം ചെയ്യുന്ന മക്കയിലെയും മദീനയിലെയും ഇമാമിങ്ങളുടെ ആ ഖുർആനുകളുടെ ഖുർആൻ പാരായണങ്ങൾ, അതിന്റെ ആ പാരായണം, അതിന്റെ ഓഡിയോ, അതിന്റെ വീഡിയോ നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നമ്മൾ ഇതുവരെ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഖുർആനിനോടുള്ള നമ്മുടെ ഹക്കിൽപ്പെട്ടതാണ് അതൊന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത്. അത് വലിയ മാറ്റമുണ്ടാക്കും ജീവിതത്തിൽ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ജീവിതത്തിൽ മാറിയത് ഖുർആൻ കേട്ടതുകൊണ്ടാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മോശമായ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ്, കള്ളു കുടിച്ചിരുന്ന, വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഫുളൈൽ ഒരിക്കൽ തന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചാര ഉദ്ദേശത്തോടു കൂടി ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ആ സ്ത്രീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് സമയമായില്ലേ അല്ലാഹുവിലേക്ക് മടങ്ങാൻ? ഹൃദയങ്ങൾ ഒതുങ്ങിയവരായി, വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി, ആ നാഥനെ ഭയപ്പെട്ടുകൊണ്ട് ഈ ഖുർആനിലേക്ക്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും നിങ്ങൾക്ക് സമയമായില്ലേ? ഈ ആയത്ത് കേട്ടു മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ്. ചരിത്രം പറയുന്നത്, അദ്ദേഹം ആ വീട്ടിലേക്ക് പ്രവേശിക്കാതെ, തന്റെ ആവശ്യം ആ സ്ത്രീയോട് ബോധിപ്പിക്കാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. മാത്രമല്ല, നേരം പുലരുന്നതുവരെ ഈത്തപ്പന തോട്ടങ്ങളിലൂടെ ഓടിക്കൊണ്ടിരുന്നു. നേരം പുലർന്നു, പ്രവാചകന്റെ ഹദറത്തിൽ വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഖുർആൻ കേൾക്കാനിടയായി എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ കേൾക്കാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകന്റെ മേലാണ് ഖുർആൻ ഇറങ്ങിയത്. പ്രവാചകനാണ് സ്വഹാബത്തിന് ഖുർആൻ ഓതി കൊടുത്തത്. പ്രവാചകനാണ് സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ആ പ്രവാചകൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാൻ, ഇബ്നു മസ്ഊദേ, ഈ ഒന്ന് ഖുർആൻ ഓത്, ഞാൻ അതൊന്ന് കേൾക്കട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എന്തിന് താങ്കൾക്ക് ഓതി തരണം? അവിടത്തേക്കാണ് ഖുർആൻ ഇറങ്ങിയത്, അങ്ങാണ് ഞങ്ങൾക്ക് ഖുർആൻ ഓതി തന്നത്, അങ്ങാണ് ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ എന്തിന് പ്രവാചകരെ അങ്ങോട്ട് താങ്കൾക്ക് ഖുർആൻ ഓതി തരണമെന്ന് പ്രവാചകനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാ, ഖുർആൻ വേറൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനൊരു മനസ്സ് നമുക്കുണ്ടോ? നമ്മുടെ ഓതലാണ് നല്ലതെന്നൊരു തോന്നലാണ് നമുക്ക്. മറ്റുള്ളവരുടെ ഓത്തിനോട് നമുക്ക് പുച്ഛമാണ്. പ്രവാചകനേക്കാൾ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? സഹോദരങ്ങളെ, ആ പ്രവാചകനാണ് തന്റെ അനുയായിയെ, ശിഷ്യനെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഒന്ന് ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ഓതി. അതിങ്ങനെ ഓതി ഓതി അതിന്റെ 41ാമത്തെ ആയത്ത് എത്തിയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയാൻ, മതി മതി ഇബ്നു മസ്ഊദ്, നിർത്തു. ഞാൻ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകുകയാണ്. പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇബ്നു മസ്ഊദേ, മതി, എനിക്ക് കേട്ടിരിക്കാനുള്ള അത്ര ആണി എനിക്കില്ല. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നബിയെ, ഓരോ സമുദായത്തിലേക്കും നിയുക്തരായ പ്രവാചകന്മാരെ അതാത് സമൂഹത്തിന്റെ സാക്ഷിയായി പരലോകത്ത് കൊണ്ടുവരുമ്പോൾ, ഈ ഉമ്മത്തിന് സാക്ഷിയായി നബിയെ താങ്കളെ നാം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ? പ്രവാചകന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. പ്രവാചകൻ ഒരു വാദിയായി പ്രതിയായി പരലോകത്ത് വരുമെന്നല്ല പറഞ്ഞത്. ഈ
ഈ ഉമ്മത്തിന് സാക്ഷിയായി കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴേ പ്രവാചകന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, തകർന്നു പോവുകയാണ്. ഞാനും നിങ്ങളൊക്കെ എപ്രകാരമായിരിക്കും പരലോകത്തേക്ക് വരിക സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നുള്ളത് ഖുർആനിനോടുള്ള ഹത്തിൽപ്പെട്ടതാ. ഒരു ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്നാൽ ഒരായത്ത് നമ്മൾ കേൾക്കില്ലേ? ഒരായത്ത് നാം കേൾക്കില്ലേ? ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. തയ്യാറാണോ നമ്മൾ പഠിക്കാൻ? നമുക്കൊരു തോന്നലുണ്ട്, എനിക്ക് പ്രായമായി, എനിക്ക് ഓർമ്മയില്ല, പഠിച്ചാൽ എന്റെ മെമ്മറിയിൽ നിൽക്കില്ല, എനിക്ക് തലയിൽ കയറില്ല. എന്താ തലയിൽ കയറാത്തത്? ഖുർആൻ മാത്രം. ഏത് പ്രായത്തിലും ബാക്കിയെല്ലാം നമ്മുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്യാൻ പറ്റും, ഒന്നും ഡിലീറ്റ് ആയി പോവില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞു, വലഖദ് യസ്സറൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ പഠിക്കുന്നവന്, ആലോചിക്കുന്നവന്, ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവന്, ചിന്തിക്കുന്നവന് വേണ്ടി തീർച്ചയായും നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ആലോചിച്ച് മനസ്സിലാക്കാൻ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഒരു അധ്യായത്തിൽ തന്നെ 4 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആവർത്തിച്ചു. വിശുദ്ധ ഖുർആനാണ് ചോദിക്കുന്നത് നിങ്ങളോട്. ഇത് എളുപ്പമാണ്. പഠിക്കുന്നവന്, ആലോചിക്കുന്നവന് വേണ്ടി തീർച്ചയായും ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഖുർആൻ ഓതാൻ, അത് പഠിക്കാൻ, ആ ക്ലാസ്സിൽ വന്നിരിക്കാൻ, ഒന്ന് കേട്ടുകൊടുക്കാൻ, ഒന്ന് ഇരുന്ന് കൊടുക്കാൻ, ഒരായത്ത് പഠിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. പ്രായം തടസ്സമല്ല. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ 93-ാമത്തെ വയസ്സിലും ഖുർആൻ പഠിതാവായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 55-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിച്ചു തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 8-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചു തുടങ്ങി. പ്രവാചകന്റെ സദസ്സിൽ ഇവരെല്ലാവരും ഖുർആൻ പഠിതാക്കളായിരുന്നു. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കാത്ത സ്വഹാബിയാര? ഖുർആൻ ഹിഫ്ളാക്കാത്ത സ്വഹാബിയാര? അവരാരും ഖുർആൻ പഠിക്കുന്നതിൽ പുറകോട്ട് പോയവരായിരുന്നില്ല. നമ്മളാണ് പുറകോട്ട് പോകുന്നത്. നമ്മൾ എന്നിട്ട് ഉദര പറയുകയാണ്, എന്റെ തലയിൽ കയറൂല, അക്കൗണ്ടിൽ എത്രയുണ്ട് പൈസ, ബാലൻസ് എത്രയുണ്ട്, ATM ചാർജ് എത്രയാണ് ബാങ്കുകാർ പിടിച്ചത്, എത്ര കൃത്യമായ ഓർമ്മയാണ്. 1000 രൂപ പോയാൽ അപ്പം നീ അറിയും, 1000 പോയാൽ നീ അറിയുന്നില്ല, ഒരു ഖുർആൻ ക്ലാസ് കടന്നു പോകുന്ന നീ അറിയുന്നില്ല. പഠിച്ചാൽ തലയിൽ കയറാത്തത് കൊണ്ടല്ല, അവഗണന, പുച്ഛം. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല. അതിനുള്ള അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് എത്ര പ്രായമായി സഹോദരങ്ങളെ? 60-70 വയസ്സിലധികമുള്ള ആളുകളടക്കം ഈ സദസ്സിലുണ്ട്. ഒരു കൊല്ലം ഒരായത്ത് പഠിച്ചിരുന്നുവെങ്കിൽ 60 വയസ്സുള്ള ഒരു സഹോദരൻ 60 ആയത്ത് കാണാതെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു കൊല്ലം നിങ്ങൾ ഒരു ജുസ് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹാഫിളാകാൻ 30 കൊല്ലം മതിയായിരുന്നു. നിങ്ങൾ പഠിച്ചോ? ചെറിയ മക്കളുടെ കയ്യിൽ പോലും ഒരു ഫോൺ കൊടുത്തിട്ട് അതിലെ ഏത് സംഗതി വേണമെങ്കിലും എത്ര സുന്ദരമായി അവൻ കൈകാര്യം ചെയ്യും. ഒരു ഖുർആൻ കൊടുത്തിട്ട് ഇന്ന സൂറത്തൊന്ന് എടുത്തതാ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തെടുക്കാൻ അവൻ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. ഒരു ഫോൺ കൊടുത്തിട്ട് ഇന്ന സംഗതി ഇതിലുണ്ട്, 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് ഞാൻ ഇതിന് സ്റ്റോർ ചെയ്തതാണ്, ഞാൻ തപ്പിയിട്ട് കാണുന്നില്ല, നീ ഒന്ന് എടുത്തു തരോ? അവൻ പെട്ടെന്ന് എടുത്തു തരും. ഈ ഒരു ഖുർആൻ കൊടുത്തിട്ട് മോനെ സൂറത്തുൽ കഹ്ഫ് ഒന്ന് എടുത്തേ, സൂറത്ത് യാസീൻ ഒന്ന് എടുത്തേ, അവനിങ്ങനെ മറിച്ച് കളിക്കും. എവിടെയാണ് അവൻ അറിയില്ല. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇങ്ങനെയായി പോകുന്നു. പാടില്ല സഹോദരങ്ങളെ. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പഠിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. എത്രമാത്രം എളുപ്പമാണോ അതുപോലെ തന്നെ എളുപ്പത്തിൽ മറന്നു പോകുന്ന സംഗതി കൂടിയാണ് വിശുദ്ധ ഖുർആൻ. അതുകൂടി നമ്മൾ അടിവരയിടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തആറദു ഹാദൽ ഖുർആന. ഈ ഖുർആനുമായി നിങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എപ്പോഴും ഇത് കൈകാര്യം ചെയ്യണം. ഡെയിലി ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകണം. കാരണം ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ
അവൻ തന്നെയാണ് സത്യം. ലഹു അശദ്ദു തഫല്ലുതൻ മിനൽ ഇബ്ലി ഫീ ഉഖുലിഹാ. കയറിൽ ബന്ധിക്കപ്പെട്ട ഒട്ടകം ആ കയറിൽ നിന്ന് കുതറിപ്പോകുന്നതിനേക്കാൾ അതിനേക്കാൾ വേഗത്തിൽ വിശുദ്ധ ഖുർആൻ നിങ്ങളിൽ നിന്ന് കുതറിപ്പോകും, അഥവാ നിങ്ങളിൽ നിന്ന് ചാടിപ്പോകും, നിങ്ങൾ മറന്നു പോകാനിടയാകും. പ്രവാചകൻ പറഞ്ഞത് കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയെന്ന. അലി ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നമാ മതലു സാഹിബിൽ ഖുർആൻ. ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു മനുഷ്യന്റെ അവസ്ഥ കമസലിൽ ഇബ്രിൽ മുഅല്ലഖ, കെട്ടിയിട്ട ഒട്ടകത്തെ പോലെ. ഇന ആഹദ അലൈഹാ അംസകഹ, അതിനെ പിടിച്ചു വച്ചാൽ അത് അവിടെ ഉണ്ടാകും. വൈന അത്ലഖഹ ദഹബത്, കെട്ടയിച്ചു വിട്ടാലോ ഒട്ടകം അതിന്റെ പാട്ടിന് പോകും. കെട്ടിയിട്ടാൽ അവിടെ ഉണ്ടാകും, കെട്ടഴിച്ചു വിട്ടാൽ അത് അതിന്റെ പാട്ടിന് പോകും. അതുപോലെ ഖുർആനുമായി നിങ്ങൾ നിരന്തരം ബന്ധം പുലർത്തിയാൽ ഈ ഖുർആൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇല്ലയോ ഇത് നിങ്ങളിൽ നിന്നും മറന്നു പോകും. പഠിച്ചിട്ട് മറന്നാലുള്ള ശിക്ഷ ഈ മിമ്പറിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഖബറിലടക്കം പരലോകത്തടക്കം അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആലോചിക്ക്, ഞാൻ എത്ര സൂറത്ത് പഠിച്ചവനാണ്, മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ എത്ര ജുസു ഓതിയവനാണ്, ഇന്ന് ഓതാൻ കഴിയുന്നുണ്ടോ? അന്ന് മനപ്പാഠമാക്കിയ സൂറത്തുകൾ ഇന്ന് എന്റെ മെമ്മറിയിലുണ്ടോ? ഞാൻ മറന്നുപോയില്ലേ? കാരണം നീ ഖുർആനുമായി ബന്ധം പുലർത്തുന്നില്ല. സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന മദ്രസയിൽ സർഗമേളകളിൽ ഖുർആൻ പാരായണത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിനോട് ഞാൻ നിങ്ങളും കാണിച്ച അവഗണനയാണ്. അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ? പഠിക്കാം, വീട്ടിൽ നിന്ന് പഠിക്കാം. മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം. ഇനിയോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഈ പള്ളിയിലുണ്ട് ഖുർആൻ പഠന ക്ലാസ്. കുട്ടികൾക്ക് വേണ്ടി മദ്രസയുണ്ട്, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ. ഞായറാഴ്ച സുബഹി നമസ്കാരാനന്തരം 1 മണിക്കൂർ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി, ഒന്ന് കേട്ടിരുന്നാ മതി, ഒരായത്ത് പഠിച്ചാൽ മതി. എത്രയാണ് കൂലി? വിശദീകരിക്കാൻ കഴിയാത്ത അത്രമാത്രം കൊട്ടക്കണക്കിന് പ്രതിഫലം ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠന ക്ലാസുകൾ വേറെ. ഇതൊക്കെ ഉണ്ടായിട്ടും നാം ഇതിലൊന്നും പങ്കെടുക്കാതെ അവഗണിച്ചു പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എന്തു മറുപടി പറയും സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നാം ഉൾപ്പെടുക. ആ വിഭാഗത്തിലായി തന്നെ മരിക്കുന്നത് വരെ മുന്നോട്ട് പോവുക. മരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മരിക്കുക, അതല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റായി, ഒരു ഖുർആൻ പഠിതാവായി നീ മരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഖുതുബയിൽ ആമുഖമായി ഞാൻ ഓതിവെച്ച 2 വചനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിർ 29, 30 എന്നീ 2 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഇന്നല്ലദീന, തീർച്ചയായും യാതൊരു കൂട്ടർ, യത്ലൂന, അവർ പാരായണം ചെയ്യുന്നു, കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം, അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. അതോടൊപ്പം തന്നെ വ അഖാമുസ്സലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവർ. അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു മിമ്മാ റസഖനാഹും, അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന്, സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും. അങ്ങനെയുള്ള ആളുകൾ യർജൂന, അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു വ്യാപാരമാണ്, ഒരു കച്ചവടമാണ്. ലിയുവഫിയഹും ഉജൂറഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ പരിപൂർണമായി അല്ലാഹു നിറവേറ്റി കൊടുക്കും. വയസീദഹും മിൻ ഫദ്ലിഹി,
അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് വീണ്ടും വീണ്ടും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, നിശ്ചയമായും അവൻ ഗഫൂറാണ്, ഷക്കൂറാണ്, പൊറുക്കുന്നവനാണ്, നന്ദിയുള്ളവനാണ്. ഇതാണ് ഞാൻ ഊതിവെച്ച ആയത്തുകളുടെ സാരം. നമ്മളൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബിസിനസ് ചെയ്യാറുണ്ട്. ചെറുതും വലുതുമായ കച്ചവടങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് നല്ല ലാഭത്തിലായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും, ഇറക്കിയത് പോലും നമുക്ക് കിട്ടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രയാസകരമായ മേഖലകളൊക്കെ നമ്മിലൂടെ കയറി ഇറങ്ങി പോകുന്നു. ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസ്, ഒരിക്കലും നഷ്ടമില്ല, ലാഭം മാത്രമേ. ആ ലാഭമാകട്ടെ ഒരാളും നിങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരാൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നിങ്ങൾക്ക് നിറവേറ്റി തരും. നിങ്ങളുടെ ലാഭവിഹിതം, അതിന്റെ പ്രതിഫലം. അത് മാത്രമല്ല, ആ ലാഭം മാത്രമല്ല, വയസീദഹും മിൻ ഫദ്ലിഹി, വീണ്ടും വീണ്ടും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുന്ന, ഇത്രയേറെ ലാഭമുള്ള, എത്ര നിങ്ങൾ ഇറക്കിയോ അതിന്റെ ഇരട്ടി 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 ലാഭമുള്ള ഒരു ബിസിനസ്. അതാണ് ഖുർആനോടെ പഠിപ്പിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യും. സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന സംഗതിയാണ്, ആർക്കും ചെയ്യാൻ ഒരു പ്രയാസമില്ല. അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക. പാരായണം ചെയ്താൽ മാത്രം മതിയോ? യത്ലൂന എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പിന്തുടരുക എന്നൊരു മീനിങ്ങും കൂടി ആ വാക്കിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാരായണം ചെയ്യുക, ആ ഓത്തിനെ പിന്തുടരുക, അതിനനുസരിച്ച് ജീവിക്കുക, അതിന്റെ ക്വാളിറ്റി ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്. അവര് ഖുർആൻ ഓത്ത് മാത്രമല്ല, വാഖാമുസ്സല, നമസ്കാരം ഉണ്ട് അവർക്ക്. നിസ്കാരം കൃത്യമായി നിർവഹിക്കും. മാത്രമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങും, മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ഇടപെടും. അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. എങ്ങനെ? രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ചെലവഴിക്കും. എന്ന് പറയാൻ കൊടുത്തിട്ട് പരസ്യപ്പെടുത്തണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ ഘട്ടത്തിലും ആ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു? അവർ ദാനം ചെയ്യുന്നു. രഹസ്യമായ ദാനധർമ്മത്തിന് ഇസ്ലാമിൽ വളരെയേറെ ശ്രദ്ധതയുണ്ട്. അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ രഹസ്യമായി ദാനം ചെയ്യുന്നവരെ പ്രവാചകൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൽ പരസ്യമായ ദാനധർമ്മമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങുകയാണ്, ഒരാൾ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ്. ഈ ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരാൾ എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആളുകളുണ്ട്, കൂട്ടമാണ്. എങ്ങനെ ഇത്തരം ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതെ പോകലല്ല. ആ സാഹചര്യം, ആ സന്ദർഭം മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്നു. അത് നമ്മളായിട്ട് പരസ്യപ്പെടുത്തുന്നില്ല, അത് പരസ്യമാണ്. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പറയുകയാണ്, ഇന്ന് ഇന്ന കാര്യത്തിന്റെ കളക്ഷൻ ഉണ്ട്, നിങ്ങൾ സഹകരിക്കണം. നമ്മളെല്ലാവരും പരസ്യമായിട്ടാണ് ആ ദാനം ചെയ്യുന്നത്. ഇസ്ലാമിലെ രഹസ്യമായ ദാനധർമ്മമുണ്ട്, പരസ്യമായ ദാനധർമ്മമുണ്ട്. രഹസ്യമായും പരസ്യമായും അവർ ധർമ്മം ചെയ്യും. ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, ഖുർആൻ ഓതുന്നു, നമസ്കരിക്കുന്നു, അതുപോലെ രഹസ്യമായി പരസ്യമായി ദാനം ചെയ്യുന്നു. ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം, ഏറ്റവും നല്ല ബിസിനസ്. മരണാനന്തര ജീവിതത്തിൽ, നിങ്ങളുടെ ബർസഖിൽ, നിങ്ങളുടെ പരലോകത്ത് വലിയ മുതൽ കൂട്ടാൻ ഈ ബിസിനസ്. അതുകൊണ്ട് ഇന്നു മുതൽ ഖുർആൻ ഓതുക, നമസ്കാരം നിലനിർത്തുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, കഴിവിനനുസരിച്ച് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും അറിവ് കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുക, അവരിലേക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടുക, കരയുന്നവന്റെ കണ്ണീരൊപ്പുക, പ്രയാസപ്പെടുന്നവനെ ചേർത്ത് പിടിക്കുക. എങ്കിൽ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു തരും. ഒട്ടും അല്ലാഹു പാഴാക്കൂല. നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച് പരിപൂർണമായ പ്രതിഫലം തരല് മാത്രമല്ല, അവന്റെ ഫദ്ലിൽ നിന്ന് വീണ്ടും അല്ലാഹു ഇരട്ടിപ്പിച്ചു തരും. അവൻ ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. അഥവാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിർ 29, 30 എന്നീ 2 വചനങ്ങൾ. ഇത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.